തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബയ്ക്കൊപ്പം 40-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ. 5000 രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാവും. പണിക്കൂലിയില്ലാതെയും പണിക്കൂലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും 908491 നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ. വാർത്തകൾ വിശദമായി. നിസാര കാര്യങ്ങളുടെ പേരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും പരാതികൾ ഉയർന്നുവരുന്നതായും വിദ്യാഭ്യാസത്തിനാവശ്യമായ സമയം അപഹരിക്കുന്ന രൂപത്തിലുള്ള ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാൻ മേലുദ്യോഗസ്ഥർ ഇടപെടേണ്ടത് അത്യാവശ്യമാണെന്നും സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം VR മഹിളാമണി മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന വനിതാ കമ്മീഷൻ മെഗാ അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. നിസ്സാരമായ കാര്യങ്ങൾ പലതും നിയമത്തിൻ്റെ കണ്ണിലൂടെ കണ്ടുകൊണ്ട് ഇരുകൂട്ടരും അകലുകയും പിന്നീടുണ്ടാകുന്നതെല്ലാം പരാതി രൂപത്തിൽ കമ്മീഷന്റെ മുന്നിലേക്ക് എത്തുകയും ചെയ്യുന്ന പ്രവണത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വർദ്ധിക്കുകയാണ്. വിദ്യാഭ്യാസ വകുപ്പിന്റെ ജില്ലാതല ഉദ്യോഗസ്ഥർ ഇടപെട്ട് ഇതിന് പരിഹാരം കാണേണ്ടത് അത്യാവശ്യമാണെന്നും അവർ പറഞ്ഞു. ഇവിടെ അധ്യാപക പരിശീലന കേന്ദ്രങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടും ധാരാളം പരാതികൾ വരുന്നു. ഇതിൽ കൃത്യമായിട്ട് ഇടപെടേണ്ടുന്ന ആളുകൾ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ജില്ലാതല ഓഫീസർമാരൊക്കെയാണ്. പക്ഷേ ഇടപെടുകയോ അത്തരത്തിലുള്ള പരാതികൾ പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ വളരെ അത്യാവശ്യമാണ് എന്ന് തോന്നുന്ന തരത്തിലാണ് ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളുടെ പേരിൽ നിയമത്തിൻ്റെ കണ്ണിലൂടെ അതിനെ കണ്ടുകൊണ്ട് ഇരുകൂട്ടരും തമ്മിൽ അകലുകയും പിന്നീട് ഉണ്ടാകുന്നതെല്ലാം പരാതി രൂപത്തിലേക്ക് വരുന്ന തരത്തിലേക്കാണ് കമ്മീഷന്റെ മുൻപിലേക്ക് പരാതി വരുന്നത്. ഇത് ഒരുപക്ഷെ പരാതി കൊടുക്കുന്ന ആൾക്കോ എതിർകക്ഷിക്കോ പറ്റുമെങ്കിൽ കൂടിയും അതിനകത്ത് പെടുന്നു പോകുന്ന ഒരു സമൂഹമുണ്ട്, വിദ്യാർത്ഥി സമൂഹം. ഇവരുടെ സമയം, വിദ്യാഭ്യാസത്തിനാവശ്യമായിട്ടുള്ള സമയം അപഹരിക്കുന്ന തരത്തിലേക്കാണ് ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് പരാതി വരുന്നത്. അതിലടിയന്തരമായിട്ട് ജില്ലാ ഓഫീസർമാരുടെ ഇടപെടൽ ഉണ്ടാകണം എന്നുള്ള നിർദ്ദേശമാണ് വനിതാ കമ്മീഷൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. വനിതാ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കുമായി വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരണ സെമിനാറുകൾ സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് വിവിധ തൊഴിൽ മേഖലയിലും അല്ലാതെയും പ്രയാസങ്ങൾ നേരിടുന്ന സ്ത്രീകളെ കേൾക്കുന്നതിനായി വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ പബ്ലിക് ഹിയറിംഗുകൾ നടന്നുവരികയാണ്. സ്കൂളുകളിലെ ഉച്ചഭക്ഷണ തൊഴിലാളികളെ കേൾക്കുന്ന പബ്ലിക് ഹിയറിംഗ് സെപ്റ്റംബർ 1 മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടക്കും. ഈ ചർച്ചകളിൽ ഉയർന്നുവരുന്ന നിർദ്ദേശങ്ങൾ സർക്കാരിന് കൈമാറും. ജാഗ്രതാ സമിതികൾ ശക്തിപ്പെടുത്തുമെന്നും അവർ പറഞ്ഞു. തങ്ങളുടെ പരാതികൾ കേൾക്കാനും പരിഹരിക്കാനുമായി ഒരു ഇടമുണ്ട് എന്ന ബോധ്യം സ്ത്രീകൾക്ക് വന്നതിനാലാണ് കമ്മീഷനിൽ പരാതികളുടെ എണ്ണം കൂടുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. ആകെ 85 പരാതികളാണ് അദാലത്തിൽ പരിഗണിച്ചത്. ഇതിൽ 15 പരാതികൾ തീർപ്പാക്കി. 10 പരാതികൾ പോലീസ് റിപ്പോർട്ടിനായി അയച്ചു. 3 പരാതികൾ കൗൺസിലിംഗിനായും 1 പരാതി ജാഗ്രതാ സമിതി റിപ്പോർട്ടിനായും മാറ്റി. ബാക്കിയുള്ള പരാതികൾ അടുത്ത അദാലത്തിൽ പരിഗണിക്കും. ഗാർഹിക പീഡന പരാതി, സ്ത്രീധനം സംബന്ധിച്ച പരാതി തുടങ്ങിയവയാണ് പരിഗണനയ്ക്ക് എത്തിയവയിൽ പ്രധാനപ്പെട്ടവ. സാമ്പത്തിക വസ്തു തർക്കങ്ങൾ, അയൽവാസികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയവയും പരാതികളിൽ ഉൾപ്പെടുന്നു. അഭിഭാഷകരായ സുഹൃത ടി റിയാസ്, വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസർ TM ശ്രുതി, ഫാമിലി കൗൺസിലർ ശ്രുതി നാരായണൻ, S രാജേശ്വരി, V ഷീബ തുടങ്ങിയവരും അദാലത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മലപ്പുറം.